ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ഗ്രീറ്റിംഗ്സ് ആൻഡ് കോമൺ ഫ്രേസസ് ആണ് വരുന്നത്. ഗ്രീറ്റിംഗ്സിനും നമുക്ക് കോമൺ ഫ്രേസസിനും എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ഇവിടെ 5 വേർഡ്സ് ഇട്ടിട്ടുണ്ട്. അപ്പൊ 5 വേർഡ്സ് എന്തിനൊക്കെയാ നമ്മൾ യൂസ് ചെയ്യുന്നതെന്നും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അത് 1 by 1 ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് ഹലോ. ഹലോ എന്ന് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന വേർഡാണ് ഹലോ. അതായത് യൂസ് ടു ഗ്രീറ്റ് ഗ്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഫോൺ എടുക്കുമ്പോഴാണ് ഹലോ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ നമുക്ക് ഹലോ എന്ന് പറയുന്നത് വേറെ എന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ ഒരാളെ നമ്മളിപ്പോ അറിയാത്ത ഒരാളെ വിളിക്കണം, അവരെ നമുക്ക് അറിയത്തില്ല എങ്കിലും നമ്മൾ ഹലോ യൂസ് ചെയ്യും. ഹലോ, എക്സ്ക്യൂസ് മീ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ. അപ്പൊ ഹലോ നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യും. പിന്നെ ഫോൺ എടുക്കുമ്പോൾ തന്നെ ഒരാളെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊരു കോൾ വരുമ്പോൾ നമ്മൾ ഹലോ എന്നാ പറയുക അല്ലെ. കാരണം നമ്മൾ വേറെ ഒന്നും പറയില്ല. കോമൺലി ഗ്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഹലോ. അപ്പൊ അത് യൂസ് ടു ഗ്രീറ്റ് സമ്മൺ ആണ്. രണ്ടാമത്തെ ഗുഡ് ബൈ. നമ്മൾ എന്തിനാ ഗുഡ് ബൈ യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് വെൻ ലീവിങ്. നമ്മളിപ്പോ എല്ലാം സംസാരിച്ചു, ഒരാളെ മീറ്റ് ചെയ്തു, എല്ലാം സംസാരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പിരിയാറാകുമ്പോഴാണ് നമ്മൾ ഗുഡ് ബൈ, സി യു, ടാറ്റ അങ്ങനത്തെ നമ്മൾ ബൈ ഒക്കെ പറയത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗുഡ് ബൈ യൂസ് ചെയ്യുന്നത്. പിന്നെ പ്ലീസ്. പ്ലീസിനെ വെച്ചാൽ നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷിൽ നമുക്ക് റെസ്പെക്ട് വേർഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും നമ്മൾ യു അങ്ങനെയൊക്കെ വെച്ചാണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റെസ്പെക്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പൊളൈറ്റ് വേർഡ്സ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൊളൈറ്റ് വേർഡ്സ് എന്ന് വെച്ചാൽ പ്ലീസ് വെച്ചിട്ടാണ്. പ്ലീസ് എന്നൊരു പൊളൈറ്റ് വേർഡ് ആണ്. പ്ലീസ് യൂസ് ടു മേക്ക് എ പൊളൈറ്റ് റിക്വസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ പ്ലീസ് ഗെറ്റ് മീ ദ ബുക്ക്, പ്ലീസ് ഗെറ്റ് മീ സം വാട്ടർ, പ്ലീസ് ക്യാൻ യു കം ഇൻസൈഡ്. അങ്ങനെ നമ്മൾ പ്ലീസ് ആയിട്ട് വരുന്ന കുറെ വേർഡ്സ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ ഒരു പൊളൈറ്റ്നെസ് നമുക്ക് തോന്നും. അതാണ് പ്ലീസ് വെച്ചിട്ട് വരുന്നത്. പിന്നെ താങ്ക് യു. താങ്ക് യു എന്ന് പറഞ്ഞിട്ടും ഒരു പൊളൈറ്റ് വേർഡ്സ് ആണ്. അപ്പൊ താങ്ക് യു എന്താ, നമ്മളിപ്പോ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് താങ്ക് യു പറയും. അതായത് യൂസ് ടു എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ നന്ദി പ്രകടിപ്പിക്കുക. നമ്മൾ അവരോട് അവർ ചെയ്ത ഉപകാരത്തിന് അവർക്കൊരു നന്ദി നമ്മൾ പ്രകടിപ്പിക്കുക, എക്സ്പ്രസ് ചെയ്യുക. നമ്മൾ ഇപ്പൊ ഒരാൾ നമുക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തപ്പോ നമ്മൾ താങ്ക് യു പറയും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്ത് താങ്ക് യു പറയും. നമ്മൾ ഫിനാൻഷ്യലി വളരെ ബുദ്ധിമുട്ടാണ്, അപ്പൊ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തെങ്കിൽ നമ്മൾ താങ്ക് യു പറയും. പല രീതിയിലും നമുക്ക് താങ്ക് യു യൂസ് ചെയ്യാം. അതാണ് ഈ താങ്ക് യു. പിന്നെ എസ് ഓർ നോ. എസ് ഓർ നോ നമ്മൾ ചില സാഹചര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. യൂസ് ടു അഫേം ഓർ ഡെനി സംതിങ്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, ഒരാൾ നമ്മളോട് കാര്യം പറയാന് ഇതൊക്കെ സാധിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എസ് പറയും അല്ലെ. നമുക്ക് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ. നോ നമ്മൾ എന്തിനാ പറയുന്നത്? നോ യൂഷ്വലി നമ്മൾ പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല, എക്സ്ട്രീംലി സോറി, നോ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. സോറി, നോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ നോ എന്ന് പറയും. നമ്മളെ കൊണ്ട് പറ്റും, ചെയ്യാൻ പറ്റും, നമുക്ക് എന്തെങ്കിലും ഉപകാരങ്ങൾ ഓരോരുത്തർ ആവശ്യപ്പെടാണ്, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ് എസ് പറയാം, പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ നോ പറയും. നമ്മൾ ജീവിതത്തിൽ അങ്ങനെ തന്നെ ചെയ്യണം. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ നമ്മൾ നോ പറഞ്ഞിട്ട് നോ തന്നെ പറയണം, എസ് പറഞ്ഞിട്ട് എസ് തന്നെ പറയണം. ഓക്കെ, അപ്പൊ ഇതാണ് ഈ നോ. എനിക്ക് ഈ 5 വേർഡ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ഗൈസ്.